നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 946th day. Today 29th sloka of Prathama Skandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 946 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ വൃദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. താപുത്രമംഗമാരോപ്യ സ്നേഹസ്നുതപയോധര ഹർഷവിഹ്വലിതാത്മാന ശിശുചൂർണേത്രജൈജലൈ. ഓം തത്സത്. താപുത്രമംഗമാരോപ്യ സ്നേഹസ്നുതപയോധരാ ഹർഷവിഹ്വലിതാത്മാന ശിശുചൂർണേത്രജൈജലൈ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് താ പുത്രം അംഗം ആരോപ്യ. പുത്രം അംഗം ആരോപ്യ സ്നേഹസ്നുത പയോധര ഹർഷവിഹ്വലിതാത്മാന ശിശുചുർ നേത്ര ജൈർജലേ. അതായത് സ്നേഹസ്നുത പയോധര സ്നേഹത്തിലൊഴുകിയ മുലപ്പാലോടുകൂടി ഹർഷവിഹ്വലിതാത്മന സന്തോഷത്താൽ പരവശമായ മനസ്സോടുകൂടി താ അവർ പുത്രനെ അംഗത്തെ അതായത് ശരീരഭാഗങ്ങളെ ശരീരാംഗത്തെ ആരോപ്യ മടിയിൽ അംഗത്തെ ആരോപിച്ചിട്ട് അതായത് ഇരുത്തിയിട്ട് നേത്രജയ് നേത്രങ്ങളിൽ നിന്നുണ്ടായ ജലം കൊണ്ട് ശിശിജു സേചനം ചെയ്തു. ശിശുജു നേത്ര ജൈർജലേ അങ്ങനെയാണ് ആ പദം. അതായത് ഭഗവാനെ കൊണ്ട് ആ പുത്രനെ കണ്ട ഭഗവാൻ ദേവകി മുതലായ 7 വസുദേവരുടെ ഭാര്യമാർക്കും പുത്രനാണ്. ആ പുത്രനെ കണ്ട സന്തോഷം അതിലുണ്ടായ ആർദ്രഭാവത്തിൽ അവർക്കെല്ലാവർക്കും ഒരുപോലെ മുലപ്പാൽ ചുരഞ്ഞു. ദേവകി ദേവിയാണ് പ്രസവിച്ചതെങ്കിലും പുത്രഭാവത്തിലാണ്. എല്ലാവർക്കും പുത്രനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുലപ്പാൽ ചുരന്നു. ഇങ്ങനെ ധാരധാരയായിട്ടൊഴുകുന്ന മുലപ്പാലും അതുകൊണ്ട് തന്നെ സന്തോഷത്താൽ വളരെയധികം സന്തോഷിച്ച മനസ്സോടുകൂടിയവരായിട്ടുള്ള ദേവകി മുതലായ അമ്മമാർ ഓരോരുത്തരും ഭഗവാനെ മടിയിലിരുത്തി ക്രമത്തിൽ ആനന്ദബാഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു. ഓരോരുത്തരും ക്രമത്തിൽ ഭഗവാനെ ആനന്ദബാഷ്പം ആ ഭഗവാനെ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷത്തിലുണ്ടാകുന്ന കണ്ണുനീർ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. ഭഗവാനോടുള്ള അവരുടെ അതീതമായ സ്നേഹമാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഭഗവാനോടുണ്ടാകുന്ന ആ ഒരു പ്രത്യേക സ്നേഹം കൊണ്ട് ഇത്ര പ്രായമായിട്ടും അവർക്കൊക്കെ ആ മുലപ്പാൽ ചുരത്തുകയും ഭഗവാനെ മടിയിലിരുത്തി എല്ലാവരും ആശ്ലേഷിക്കുകയും കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭഗവാന്റെ മഹത്വവും ഭഗവാനെ കാണുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷവും അതിരറ്റ മാതൃവാത്സല്യവും ഒക്കെയാണ് ഈ ശ്ലോകത്തിൽ കാണിക്കുന്നത്. എത്ര പ്രായമായ ഭഗവാനാണ്, എന്നിട്ടും കുറച്ചുനാൾ തങ്ങളെ വിട്ടു ഹസ്തിനപുരിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ആ ഭഗവാനുള്ള വാത്സല്യം, കുറേ നാൾ കാണാതിരുന്ന ആ സങ്കടം എല്ലാം കൂടി വളരെയേറെ മനസ്സ് ഇതായി. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഏറെ നേരം അവരെല്ലാവരും മാറി മാറി ആശ്ലേഷം ചെയ്തു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി.
താപുത്രമംഗമാരോപ്യ സ്നേഹസ്നുതപയോദര. സ്നേഹം കൊണ്ടാണ് ആ പാൽ ചുരന്നത്, ഭഗവാനോടുള്ള അതിയായ സ്നേഹം. ഹർഷവിഹ്വലിതാത്മാന ശിശുചുർനേത്ര ജൈർജലൈർ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.